നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ്, ബാർസലോണ, അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇവർ മൂന്ന് പേർക്ക് ഇടയിലായിരിക്കും നെക്സ്റ്റ് സീസൺ ലാ ലീഗ ടൈറ്റിൽ റേസ് ഉണ്ടാവുക. കൂടാതെ മൂന്ന് പേരും ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഷോട്ട് എടുക്കാനാണ് നെക്സ്റ്റ് സീസൺ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ആ കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സോ റയൽ മാഡ്രിഡും ബാർസലോണ നമ്മൾ ഈ വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്യാം. അത്ലറ്റിക്കോ മാഡ്രിഡിനെ കുറിച്ചും പറയാം. രണ്ടുപേരും സ്ട്രോങ്ങർ ആയ, രണ്ടുപേരും അവരുടെ വീക്ക്നെസ് ഏരിയകൾ അഡ്രസ് ചെയ്തോ. ഒരു ബാർസലോണ ഫാൻ എന്ന നിലയിൽ നിങ്ങൾ വറീഡ് ആയിരിക്കണോ? ഒരു റയൽ മാഡ്രിഡ് ഫാൻ എന്ന നിലയിൽ നിങ്ങൾ വറീഡ് ആയിരിക്കണോ? ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻ എന്ന നിലയിൽ നിങ്ങൾ വറീഡ് ആയിരിക്കണോ? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് റയൽ മാഡ്രിഡിന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. സോ റയൽ മാഡ്രിഡ് ഈ സമ്മറിൽ നമുക്കറിയാം ലാസ്റ്റ് സീസൺ ട്രോഫിലെസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ സൂപ്പർ കപ്പും മറ്റു ക്ലബ് വേൾഡ് കപ്പും അവർ നേടിയെങ്കിലും, അത് ഓൾ ഫോർമാറ്റ് ക്ലബ് വേൾഡ് കപ്പ് നേടിയെങ്കിലും, ബട്ട് ലാസ്റ്റ് സീസണിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പം ഡൊമസ്റ്റിക് ടൈറ്റിലുകളോ ചാമ്പ്യൻസ് ലീഗിലോ റയലിനൊരു ട്രോഫി നേടാൻ സാധിച്ചില്ല. അത് വളരെ റയർ ആയിട്ടുള്ള ഒരു സീസണാണ്. അതിനകത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ആൻസറോട്ടിനെ അവർ സാക്കല്ല മൂവ് ഓൺ ചെയ്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ചാബി അലോൺസോനെ കൊണ്ടുവന്നു. പുള്ളിയുടെ ഡിമാൻഡ്സ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെറസ് അത്യാവശ്യം സൈനിങ്സ് എല്ലാം നടത്തി. നമ്മളവിടെ ഡീൻ ഹക്സനെ കൊണ്ടിരുന്ന കണ്ടു. അതുപോലെ മസ്തോൻ ടുവാനോനെ കൊണ്ടിരുന്ന കണ്ടു. സോ ഗൂളറിനെ കീപ്പ് ചെയ്യണം. ഗൂളർ കീപ്പ് പ്ലെയർ ആണ്. സോ ഗൂളറിനെ കീപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കണ്ട് ഇപ്പോൾ അൽവാറ കരാറാസ് ഫെർണാണ്ടസിനെ അവർ സ്ക്വാഡിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സോ മാസീവ് ആയിട്ടുള്ള അഡീഷൻസ് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സ്റ്റിൽ കൊണാട്ടെ സൈനിങ്സ് തീർന്നിട്ടില്ല, സ്റ്റിൽ തീർന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ബിഹൈൻഡ് ദി സീൻസ് വർക്ക് ചെയ്യുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. അവർ കൊണാട്ടയിൽ ഇൻട്രസ്റ്റഡ് ആണ്. ട്രെൻഡ് അലക്സാണ്ടറിനെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു, അതെടുത്ത് പറയണം. അതുപോലെ തന്നെ കൊണാട്ടയിൽ ഇൻട്രസ്റ്റഡ് ആണ്. സോ ദേ ആർ ബ്രിങ്ങിങ് ഒരു സെന്റർ ബാക്കിനെ കൊണ്ടുവരും. കൊണാട്ടെ ഡോർ ഓപ്പൺ ആവുകയാണ്, അതിലോട്ട് പോകുന്ന റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഇപ്പം റോഡ്രിഗോ ക്ലബ്ബ് ലീവ് ചെയ്യുവാണെങ്കിൽ ദേ വിൽ റിസീവ് 100 മില്യൺ അടുത്ത് കിട്ടും. അതുപോലെ വിനീഷ്യസ് ജൂനിയറിന് 350 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് സൗദിയിൽ നിന്ന് ഉടനെ വരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിനി ഈവൻ ദോ കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് പോസിറ്റീവായിട്ടല്ല പോകുന്നത്, ബട്ട് റയൽ ഹോപ്പ്ഫുൾ ആണ് റിന്യൂ ചെയ്യുമെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. 2027 വരെയാണ് കോൺട്രാക്ട് ഉള്ളത്. അതുപോലെ തന്നെ പുള്ളിയുടെ ഡിമാൻഡ്സ് എംബാപ്പയോ ഒപ്പം ഉള്ള സാലറി അല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണെന്നുള്ള രീതിയിലുമാണ് വാർത്തകളും വരുന്നത്. സോ അതിനകത്ത് തന്നെ ഈവൻ ഈ റയൽ മാഡ്രിഡ് വിനിയിൽ നിന്നും റോഡ്രിഗോയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ, അഥവാ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ടല്ല പോകുന്നെങ്കിൽ അവരെ സെയിൽ ചെയ്യുവാണെങ്കിലും ഈസിലി ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ഒരു 450-500 മില്യൺ അടുത്ത് യൂറോസിന് അവർക്ക് സെയിൽസിലൂടെ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ വെറ്ററനായ ലുക്ക മോഡ്രിച്ച് ക്ലബ്ബ് ലീവ് ചെയ്തിട്ടുണ്ട്, വാസ്കസ് ലീവ് ചെയ്യുകയാണ്, അങ്ങനെ കുറെ വെറ്ററൻസ് ലീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് നമ്മൾ ഓൺ പേപ്പർ നോക്കുവാണെങ്കിൽ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുണ്ട് സ്ക്വാഡ് വൈസ്. അവരുടെ വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയകൾ അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യങ് ഫ്രഷ് ലെഗ്സിനെ അവർ 2 വിങ് ബാക്ക് റോളുകളിൽ വിങ് ബാക്ക് എന്ന് പറയാം, വിങ് ബാക്ക് റോളുകളിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ അഡീഷൻസ് വന്നിട്ടുണ്ട്. സോ റയൽ മാഡ്രിഡ് സ്ട്രെങ്ത് ആക്കേണ്ട ഒരു ഏരിയ എന്താണ്? മിഡ്ഫീൽഡിൽ ടോണി ക്രൂസിന്റെ ഒരു റീപ്ലേസ്മെന്റ്, അതെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഗൂളറിനെയാണ് ആ ഒരു പ്ലെയർ ആയിട്ട് ചാബി അലോൺസോ കാണുന്നെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊരു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഏഞ്ചലോ സ്റ്റില്ലറിനെ സ്റ്റിൽ ചാബി അലോൺസോ പുഷ് ചെയ്യുന്നുണ്ടെന്നും ഫ്യോറന്റീനോ പെറസിന്റെ ഇതെന്നാന്ന് വെച്ചാൽ ദേ മേക്ക് എ ബിഗ് സെയിൽ. അതായത് എക്സാമ്പിൾ പറയാനായിട്ട് ഇപ്പൊ റോഡ്രിഗോ സെയിലിൽ ഇവർ പുള്ളോട്ടോ ഇങ്ങോട്ടോ നടക്കുവാണെങ്കിൽ മേ ബി സ്റ്റില്ലർ ഡീൽ റയൽ കമ്മിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഡിഫൻഡർ, മേ ബി 1 മോർ സ്ട്രൈക്കർ, ഇതിനെല്ലാം ചാൻസ് ഇപ്പം കാണുന്നുണ്ട്. സോ റയൽ മാഡ്രിഡ് അത്യാവശ്യം അഡീഷൻസ് സ്ക്വാഡിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. റയൽ മാഡ്രിഡ് ബിൽഡ് ചെയ്യേണ്ട അവരുടെ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ഏരിയ മിഡ്ഫീൽഡിൽ മേ ബി ഒരു ഗെയിം കൺട്രോളിങ് മിഡ്ഫീൽഡർ, ഒരു ഡിക്റ്റേറ്റർ, ആ റോളിലോട്ട് ഗൂളറിനാവാൻ സാധിക്കുമോ? ക്ലബ് വേൾഡ് കപ്പിൽ അതിനുള്ള ഗ്ലിംസുകൾ തന്നു. പക്ഷേ പുള്ളിയാണോ ടോണി ക്രൂസിന്റെ റീപ്ലേസ്മെന്റ് എന്നുള്ളതിന്റെ ആൻസർ 100% എസ് എന്ന് പുള്ളി പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമ്മൾ കാണുകയും ചെയ്താണ് PSG മാച്ചിനും മറ്റുമൊക്കെ. സോ മേ ബി റോഡ്രിഗോ സെയിൽ നടന്നാൽ അവിടെ സ്റ്റില്ലർ വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുപോലെ തന്നെയാണ് കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ ഫ്രണ്ട് വെച്ച് കളിക്കണം. ഈ 2 പ്ലേയേഴ്സിന് എസ്പെഷ്യലി അവരുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ചാബി അലോൺസോയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പം എംബാപ്പയുടെ കാര്യത്തിലോട്ട് വരുമ്പം പ്രസിംഗ് മെട്രിക്സിനും മറ്റുമൊക്കെ വൺ ഓഫ് ദ വീക്കസ്റ്റ് പ്ലേയേഴ്സ് ആണ്. ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പം ഡെഫിനറ്റ്ലി വിനീഷ്യസ് ജൂനിയർ കുറച്ചുകൂടെ ബെറ്റർ ആണ്. എന്നാലും പുള്ളി ഒരു പ്രസിംഗ് മോൺസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇവർ രണ്ടുപേരും അപ്പ് ഫ്രണ്ട് കളിക്കുമ്പോഴേക്കും അവരെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്താൽ അവർ ട്രാക്ക് ബാക്ക് ചെയ്യാതെ റയലിനെ ഹിറ്റ് ചെയ്യാറുണ്ട്. സോ എടുത്തു പറയേണ്ട കാര്യം നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം കാർലോ ആൻസലോട്ടി, തോമസ് ടുഷലെ, ഗാൾട്ടിയറെ, പൊച്ചറ്റീനോ, ദിദിയർ ഡിഷംസ്, അങ്ങനത്തെ ഇഷ്ടം പോലെ ടോപ്പ് കോച്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമ്മൾ. ലൂയിസ് എൻട്രിക്ക്, കിലിയൻ എംബാപ്പെ. സോ പുള്ളിനെ ചാബി അലോൺസോ പെട്ടെന്ന് ഒരു പ്രസിംഗ് മോൺസ്റ്ററാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈവൻ ഇഫ് നമുക്ക് എംബാപ്പേനെ ഇങ്ങനെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ഇല്ലെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാം. പക്ഷേ വിനി പോലത്തെ ഒരു പ്ലെയറിനെ കൂടെ അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ റയൽ മാഡ്രിഡ് ആൻസർ ചെയ്യേണ്ടതുണ്ട്. സോ അവിടേക്കാണ് വരുന്നത് ചാബി അലോൺസോയ്ക്ക് ആ ഒരു ഫ്രീഡം
കൊടുക്കുമോ എന്നാണ് വാർത്തകൾ വരുന്നത്. വിനീനെയോ അല്ലെങ്കിൽ എംബാപ്പേനോ ഇതിൽ ഒരു പ്ലെയറിനെ റെഗുലർലി ബെഞ്ച് ചെയ്താൽ പ്രഷർ ചാബിയുടെ മേൽ വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് റയൽ മാഡ്രിഡ് മെയിൻലി ആൻസർ ചെയ്തത്. അവിടെ നമ്മൾ ബാർസലോണയിലോട്ട് പോവുകയാണെങ്കിൽ FC ബാർസലോണയുടെ സിറ്റുവേഷൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പത്തറ്റിക്കാണ്. ഞാൻ ആസ് എ ബാർസ ഫാൻ പറയുകയാണെങ്കിൽ ബാർസലോണയുടെ ട്രാൻസ്ഫർ വിൻഡോയുടെ സിറ്റുവേഷൻ ഞാൻ പത്തറ്റിക്കാന്ന് പറയും. കാരണം എനിക്ക് ഇൻകമിങ്സിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഹോപ്പ് ഈ ബോർഡും മാനേജ്മെന്റ് തരുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ കളി 1:1 ഇന്നാവും നാളെയാവും മറ്റന്നാളാവും, ഓക്കെ എന്തെങ്കിലും ആവട്ടെ, 1:1 ആവാതിരിക്കായിക്കോട്ടെ. നമ്മൾ റൂണി ബാഡ്ഗനെ കൊണ്ടുവന്നു, ജോൺ ഗാർഷ്യനെ കൊണ്ടുവന്നു. ഈ 2 ഡീലാണ് നമ്മൾ ഡൺ ആക്കിയേക്കുന്നത്. രണ്ടുപേരും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജോൺ ഗാർഷ്യനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. റൂണി ബാഡ്ഗയുടെ ഒഫീഷ്യൽ ഉടനെ ആവും. രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേറെയാണ്. ഫസ്റ്റ് ടീമിലോട്ടാണ് വരുന്നതെങ്കിൽ. സോ അതൊക്കെ പോട്ടെ. എനിക്ക് മെയിൻലി ചൊറിഞ്ഞു വരുന്ന ഒരു കാര്യം ആസ് എ ബാർസ ഫാൻ എന്നാന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സിലോട്ട് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ പ്രോബബ്ലി വേൾഡ് ഫുട്ബോളിൽ ഇപ്പം സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന റോളിൽ ഇരിക്കാൻ ഡെക്കോയ്ക്ക് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു പോകും. കാരണം പല പ്ലേയേഴ്സും ബാർസലോണയോട് വരാൻ ആഗ്രഹം കാണിച്ച് ഇങ്ങോട്ട് വന്നിട്ടും ആ ഡീലുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡെക്കോയ്ക്ക് സാധിച്ചിട്ടില്ല. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ പ്ലെയറിനെ കൺവിൻസ് ചെയ്യുക, ആ ഡീല് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളത് സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ ഒരു കഴിവാണ്. ഒരു പ്ലെയർ നമ്മുടെ ക്ലബിലോട്ട് വരാനായിട്ട് പറ്റത്തില്ല, ഫൈനാൻഷ്യലി പോസിബിൾ അല്ല, ആ ഒരു ക്ലബ് അടുക്കുന്നില്ല. എസ്പെഷ്യലി ലൂയിസ് ഡിയാസ് സിറ്റുവേഷൻ. ഓൾട്ടർനേറ്റീവ്സിലോട്ട് എന്തുകൊണ്ട് ഡെക്കോ പോകുന്നില്ല? ചീപ്പർ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ബാർസലോണയ്ക്ക് 60 മില്യൺ നിക്കോ വില്യംസിൽ റിലീസ് ക്ലോസ് പേ ചെയ്യാനുണ്ടെന്നാണ് വാർത്തകൾ വന്നത്. സോ ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആ 60 മില്യൺ മറ്റൊരു പ്ലെയറിൽ റേസ് ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു. സോ റിപ്പോർട്ടുകൾ പലതും ടാലി ആവുന്നില്ല. ലൂയിസ് ഡിയാസിന് വേണ്ടി നമ്മൾ 60 മില്യൺ വരെ മുടക്കാൻ റെഡിയാണ്. അതായത് വേറൊരു പ്ലെയർ ലിങ്ക് ആകുമ്പോഴേക്കും ആ പ്ലെയർ 40 മുതൽ 50 മില്യൺ ആവും. എസ്പെഷ്യലി റാഷ്ഫോർഡ് എക്സാമ്പിൾ പറയാനായിട്ടാണ്. ഒരു എക്സാമ്പിൾ, റാഷ്ഫോർഡിന് കൊടുക്കാനുള്ള 40 മില്യൺ നമ്മുടെ കയ്യിലില്ല. അതേസമയത്ത് ലൂയിസ് ഡിയാസിന് 60 മില്യൺ വരെ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. അതേസമയത്ത് നിക്കോട് 60 മില്യൺ കമ്മിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു യങ്സ്റ്ററെ വരുന്നത് മാലിക് ഫൊഫാന, ബെൻ സഗിർ, ഇവരുമായിട്ട് എസ്പെഷ്യലി ബെൻ സഗിറുമായിട്ട് നമ്മൾ ടോക്സ് ഇറങ്ങി. ആ പ്ലെയറിന്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ നമുക്ക് പേ ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് ഈസ് 50-60 ഇടയ്ക്കാണെന്ന് കേൾക്കുന്നു. മൊണോക്കോടി അത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നു. സോ ഇതൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല വരുന്ന റിപ്പോർട്ടുകൾ. സോ 100% ബാർസ ബോർഡിൽ നിന്ന് നമുക്ക് വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. രജിസ്ട്രേഷൻ അവിടെ കിടക്കട്ടെ, വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ബാർസലോണ സെയിൽസിന്റെ കാര്യം. ഇവാൻ കോസ്പോനെ എനിക്ക് ഏറ്റവും ചൊറിഞ്ഞു വന്നൊരു ഡീൽ. ഇവാൻ കോസ്പോനെ നമ്മൾ 400,000 യൂറോസിന് 15% ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസും വെച്ച് ബൈബാക്ക് ക്ലോസ് ഒന്നുമില്ലാതെ ഫ്യോറന്റീനയിലോട്ട് നമ്മൾ ഇടുവാണ്. പുള്ളിയുടെ ഒരു സ്കൗട്ടിംഗ് റിപ്പോർട്ട് പോലും ഞാൻ മോശമായിട്ട് കണ്ടിട്ടില്ല. എല്ലാ സ്കൗട്ടിംഗ് റിപ്പോർട്ടും ടോപ്പായിട്ടാണ് എടുക്കുന്നത്. ഞാൻ പുള്ളി പോകുന്ന ഫ്യോറന്റീനയിലോട്ടാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊരു ലീഗിലെ ഫ്യോറന്റീനയിൽ പുള്ളിക്ക് 18 വയസ്സാണ്. ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ടാണ് ഫ്യോറന്റീന പുള്ളി എടുക്കാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. സോ സാധാരണ ഒരു ലീഗ് റെലഗേഷനിൽ നിന്ന് കയറി വരുന്ന ഒരു സൈഡോ, അല്ലെങ്കിൽ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു സൈഡോ, അല്ലെങ്കിൽ ഒരു ലോവർ ലെവൽ ടേബിൾ സൈഡോ വന്ന് ബാർസലോണയിൽ എടുത്തുകൊണ്ട് പോകുന്ന പോലെ അല്ലേ ഇത്. ഫ്യോറന്റീന നമുക്കറിയാം ഇപ്പം സീരിയയിൽ കോൺസ്റ്റന്റ്ലി യൂറോപ്പിലോട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ്. യൂറോപ്പ ലീഗും കോൺഫറൻസ് ലീഗും ഒക്കെ റെഗുലർ കളിക്കുന്ന ഒരു സൈഡാണ്. സോ അവരുടെ സ്കൗട്ട്സ് കോസ്പോനെ നോക്കി കൊള്ളാം. നമ്മുടെ വിൽക്കുന്നത് വെറും 400,000 ഫസ്റ്റ് ടീമിന് നെക്സ്റ്റ് സീസൺ റെഗുലർ ആകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞ പ്ലെയർ ആണ് ഇവാൻ കോസ്പോ. നമുക്കില്ലാത്ത ഒരു പ്രൊഫൈലുമാണ്. സോ 400,000. പിന്നെ ഫസ്റ്റ് ടീം പ്ലെയർ ആയ പാബ്ലോ ടോറേനെ നമ്മൾ 5 മില്യൺ ആണ് വിൽക്കുന്നത്. യെസ്, ബൈബാക്ക് ഓപ്ഷനും ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസും 10 ചെറിയൊരു ശതമാനം ഉണ്ട്. പക്ഷെ മറ്റ് പല ടീമുകൾ അത്ലറ്റിക്കോയും റയലും ഒക്കെ അവരുടെ ഫസ്റ്റ് ടീമിന് ഒരു കളി പോലും കളിക്കാത്ത പ്ലെയേഴ്സിനെ വരും 8-10 മില്യൺ അവർ വിൽക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടീമിൽ ലാസ്റ്റ് സീസൺ കളിച്ച് ഗോളുകൾ സ്കോർ ചെയ്ത് കോപ്പാട്ടുകളുടെ നമ്മൾ കണ്ടാണ് ആ ഒരു മാച്ചിൽ പുള്ളി ഇംപ്രസ് 4 ഗോൾ അങ്ങനെ കോൺട്രിബ്യൂഷൻസ്. പിന്നെ ലലീഗയിൽ കോൺസ്റ്റന്റ്ലി ഇറങ്ങി ഇവന്തോ എല്ലാ മാച്ചിലും മിനിറ്റ് കിട്ടത്തില്ലെങ്കിലും ഇറങ്ങി ഇംപ്രസ് ചെയ്തിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ലുക്സ് ലൈക്ക് എ പ്രോമിസിങ് സ്റ്റാർ നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മൾ 5 മില്യൺ ആണ് കൊടുക്കുന്നത്. ബൈബാക്ക് ഓപ്ഷൻ എന്തുണ്ടെന്ന് പറഞ്ഞാലും ഒരു 5 മില്യൺ ആണ് മയോർക്കലോട് കൊടുക്കുന്നത്. സോ ഇങ്ങനത്തെ സെയിലുകൾ നമ്മുടെ സെല്ലിങ് വേൾഡ് ഫുട്ബോളിൽ ഏറ്റവും വേസ്റ്റ് കേസ് നമ്മൾ സെയിൽസിന്റെ കാര്യത്തിൽ നമ്മുടെ അക്കാഡമിയിൽ ഈ സീസൺ കണ്ടമാനം പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. ബാർസ അത്ലറ്റിൽ നിന്ന് പ്ലേയേഴ്സിന്റെ ഒരു ഘോഷയാത്ര നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പൊ പേര് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ലായിരിക്കും. വേണം എനിക്ക് ചുമ്മാ പേര് എഴുതി വെച്ചിട്ട് പറയും. പക്ഷെ എന്നാലും ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഇഷ്ടം പോലെ ജസ്റ്റ് നിങ്ങൾ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. ചിലർ ഫ്രീ ആയിട്ടാണ് പോയത്. ചിലരെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഫ്യൂച്ചറിൽ വല്ലതും സെയിൽസ് നടക്കുവാണെങ്കിൽ സെൽ ഓൺ ക്ലോസ്.
ചിലരുടെ സെയിൽസിന്റെ രസകരമായ സെയിൽ എന്താണെന്ന് വെച്ചാൽ ഇത്ര രൂപയ്ക്ക് മേളിൽ സെയിൽ നടക്കുവാണെങ്കിൽ അതിന്റെ ഇത്ര ശതമാനം. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ ഡീലൊക്കെ എങ്ങനെ സ്ട്രക്ക് ചെയ്യുന്നു. അത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ അഥവാ നമ്മുടെ മാനേജ്മെന്റിന്റെ കുഴപ്പം തന്നെയാണ്. ബാർസലോണ ഫൈനാൻഷ്യലി മോശമല്ലേ, ഫണ്ട്സ് റേസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് മറ്റ് ക്ലബ്ബുകൾ ബാർസലോണയെ പ്രഷർ ചെയ്തില്ലേ, ഓക്കെ പ്രഷർ ചെയ്യാം. അവിടെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ ആക്ട് ചെയ്യേണ്ടത്. ഈവന്തോ നമ്മൾ പോയി എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ പാബ്ലോ ടോറയ്ക്ക് 50 മില്യൺ റേസ് ചെയ്യണമെന്നല്ല, ഈ 5 മില്യന്റെ സ്ഥാനത്ത് ഒരു 12-13 മില്യൺ ആവുകയാണെങ്കിൽ അത് അത്രയും ബെറ്റർ അല്ലേ. അവിടേക്കാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ നെഗോഷിയേഷൻ പവർ കാണിക്കേണ്ടത്. ഡു യു തിങ്ക് അൽമേനി ആയിരുന്നു നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നെങ്കിൽ ഈ സിറ്റുവേഷൻ വരുമായിരുന്നു? ഇല്ല. ആൻഡ് സെയിൽസിന്റെ കാര്യത്തിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യൻസിനെ നമ്മൾ സെല് ചെയ്യാൻ പോവാന്നിരിക്കുന്നു. സോ ക്രിസ്ത്യൻസിനെ നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ സെൻട്രൽ ബാക്ക് ഏരിയ എൻ്റെ ഒരു കൺസേണിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ വാങ്ങിച്ച പ്ലേസിനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ ക്രിസ്ത്യൻസിനെ നമ്മൾ സെല്ല് ചെയ്യുവാണെങ്കിൽ നമ്മൾ മറ്റ് സെൻട്രൽ ബാക്കിലോട്ട് ഒരു അഡീഷനോടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നു. സോ ഞാൻ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ആ ലിങ്ക്സ് ഒന്നും കാണുന്നുമില്ല. ഓക്കെ, സോ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ക്രിസ്ത്യൻസൺ ക്ലബ്ബ് ലീവ് ചെയ്യുകയാണ്, നമ്മൾ അങ്ങോട്ടേക്ക് അഡീഷൻസ് കൊണ്ടുവരുന്നുള്ള ആരെയും അറിയത്തില്ല. നമ്മൾ അക്കാഡമിയിൽ നിന്ന് ഒരു പ്ലെയറിനെ ലെറ്റ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഓക്കെ, പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ബിഗ് നൈറ്റ് വരികയാണ്. ക്യാൻ യു സ്റ്റാർട്ട് ദാറ്റ് പ്ലെയർ ഫ്രം ദാറ്റ് അക്കാഡമി? പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് എടുത്തു പറയുന്ന കാര്യമാണ് അറോഹോ. ഇപ്പം ഡെക്കോ അറോഹോനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അറോഹോ കുബാർസി ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡ്യൂ എന്നാണ് ഡെക്കോയുടെ ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനീഗോ മാർട്ടിനെ നെക്സ്റ്റ് സീസൺ ഫുൾ ഫിറ്റ് ആയിട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. സീസൺ എൻഡ് ആയപ്പോഴേക്കും പുള്ളിന് ഇഞ്ചുറീസ് കണ്ടിന്യൂസ് വരയ്ക്കുന്നുണ്ടായിരുന്നു. ആ പുള്ളി ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബാർസലോണ ക്രിസ്ത്യൻസിനെ വിൽക്കുകയാണെങ്കിൽ അത് ബാർസലോണ ക്ലബ്ബ് എന്ന് ബാർസലോണ നമ്മുടെ നെക്സ്റ്റ് സീസൺ അത് ഹിറ്റ് ചെയ്യും. അറോഹോ സ്റ്റെപ്പ് അപ്പ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. പക്ഷേ അറോഹോ സ്ഥിരമായിട്ട് കാണിക്കുന്ന പോലത്തെ ഓൺ ദ ബോൾ മിസ്റ്റേക്സ് കാണിക്കുവാണെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. അതാണ് അവസ്ഥ. സോ എറിക് ഗാർഷ്യ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാനായിട്ട് ആൾക്ക് പറ്റുന്നത് നമ്മുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. അറ്റ്ലീസ്റ്റ് കുണ്ടയ്ക്ക് അവിടെ ഒരു കവർ ഉണ്ടെന്നായി. ബട്ട് ലെഫ്റ്റ് ബാക്കിലോട്ട് വരുമ്പോൾ ബാൾഡെ ഫിറ്റ് അല്ലെങ്കിൽ ജെറാർഡ് മാർട്ടിനാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ലെഫ്റ്റ് വിങ്ങിൽ നമ്മൾ അഡീഷൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ അനദർ പ്രോബ്ലം. ബാൾഡെ നെക്സ്റ്റ് സീസൺ 60-70 മാച്ച് ഫിറ്റ് ആയിട്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റൂ? ഇല്ല. റൊട്ടേഷൻ നടത്തണോ? വേണം. ബാൾഡെ ആ പിച്ചിൽ ഇല്ലാത്തപ്പം ഇപ്പൊ റഫീന ഫ്രണ്ടിലും സ്റ്റാർട്ട് ചെയ്തു, ബാൾഡെ ആ പിച്ചിലും ഇല്ലാത്തപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. റാഫീനയുടെ നാച്ചുറൽ ഇന്ത്യൻ ഇൻവേർട്ട് ചെയ്യാൻ തന്നെയാണ്. ബാൾഡേനെ പോലെ 1-on-1 സൂപ്പർ അല്ല ജെറാർഡ് മാർട്ടിൻ. ഡിഫൻസീവ്ലി ഇഷ്യൂസ് ഉണ്ട്. 1-on-1 സൂപ്പർ അല്ല. സോ അവിടെ ഒരു അപ്ഗ്രേഡ് നമ്മൾ നടത്തണം. അല്ല ഇവൻ ജെറാർഡ് മാർട്ടിനെ വെച്ച് തന്നെ പൊക്കോട്ടെ. ആ ലെഫ്റ്റ് വിങ്ങർ എവിടെ? റാഷ്ഫോർഡ്. പിന്നെ നമ്മൾ ബ്രാൻഡ് സർഗോസ ലിങ്സ് കണ്ടു, യങ്സ്റ്റർ ചീപ്പ് പ്രൊഫൈൽ എന്ന് പറയും. അറ്റ്ലീസ്റ്റ് സൈനിങ് ബ്രോ, സംബഡി ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ. സോ നമ്മൾ ഈ ജാൻ വിർജിലിനെയും ഡാനി റോഡ്രിഗസിനെയും ഒക്കെ ട്രസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സീസണിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ. ഓക്കെ, നോട്ട് ബാഡ്, അവർ സക്സസ് ആവുമല്ല. പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പൊ പലരും ചോദിക്കും ഡാനി റോഡ്രിഗസ് ഇല്ലേ, എന്നാ ഇതില്ല, ജാൻ വിർജിലില്ല. ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ലെറ്റ്സ് ഇന്റർ മിലാൻ നെക്സ്റ്റ് സീസൺ നമ്മൾ സെമി ഫൈനൽസിലോട്ട് എത്തുവാണ്, ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽസിലോട്ട് എത്തുവാണ്. വി ആർ പ്ലേയിങ് ലിവർപൂൾ ഇൻ ആൻഫീൽഡ്. ലിവർപൂൾ റാഫീൻ ഇഞ്ചേർഡ് ആണ്, ആ മാച്ച് കളിക്കുന്നില്ല. യമാൻ ഇഞ്ചേർഡ് ആണ്, ആ മാച്ച് കളിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ജാൻ വിർജിൽ ഉണ്ടല്ലോ, അല്ല ഡാനി റോഡ്രിഗസ് ഉണ്ടല്ലോ, അക്കാഡമി പ്ലെയർ, അവരെ അങ്ങോട്ട് എടുത്തിട്ട് ബ്രോ. അവർ ബാർസ അത്ലറ്റിയിൽ കളിക്കുന്ന പോലെ അല്ല മെയിൻ ടീമിൽ കളിക്കുക. നമ്മൾ തന്നെ ഒരു ഉദാഹരണം കാണിച്ചാൽ നമ്മൾ നമ്മുടെ 8ലും 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ചെക്കന്മാരുടെ കൂടെ കളിക്കുന്ന പോലെയാണ് നമ്മൾ ചെന്നിട്ട് 6ലും 7ലും പഠിക്കുമ്പോൾ +1 +2 പഠിക്കുന്ന ചേട്ടന്മാരോടൊപ്പം കളിക്കുമ്പോൾ. അല്ല, ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. സോ ബാർസ അത്ലറ്റിയിൽ അവർ തകർക്കും. അതുപോലെയല്ല ലിവർപൂളിന് അഗേൻസ്റ്റ് കൊണാട്ടെ വാൻഡൈക്കിനും ഒക്കെ അഗേൻസ്റ്റ് ഇവരെ പെട്ടെന്ന് ആൻഫീൽഡിലോട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റാഫീനയുടെ യമാനിലും ഒന്നും പെർഫോമൻസ് തരാൻ പോകുന്നില്ല. സോ അതുകൊണ്ടാണ് എല്ലാ ടീമും അഡീഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെൽസി വീണ്ടും അഡീഷൻസ് അപ്പ് ഫ്രണ്ട് കൊണ്ടിരുന്നത്? ചെൽസിയുടെ കോപ്പ പ്രോഡക്ട്സ് എല്ലാം സൂപ്പറാണ്. എന്തുകൊണ്ട് അവരെ മാത്രം ട്രസ്റ്റ് ചെയ്യുന്നില്ല? അവർക്ക് ആ ഒരു പ്രോജക്റ്റ് ഇല്ല. ലിവർപൂൾ എന്തുകൊണ്ട് വീണ്ടും അറ്റാക്കേഴ്സിനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നു? അവർക്ക് എന്ന അക്കാഡമിയിൽ എത്രയും നല്ല ടാലൻസ് ഉണ്ട്, അവരെല്ലാം കൊണ്ടുവരാത്തത്. ഈവൻ റയൽ മാഡ്രിഡ് നിങ്ങൾ നോക്കുക, ഈവൻ കാസ്റ്റിയ വന്നത് ബെസ്റ്റ് പ്രൊഡക്ഷനെ കൊണ്ടുവരുന്നതാണ്. ബട്ട് അവർ നല്ലപോലെ സെയിൽസിലൂടെ ഫണ്ട്സ് റേസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർ ആ ഫസ്റ്റ് ടീമിലെ ചാമ്പ്യൻസിക്ക് സ്ക്വാഡ് ബിൽഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു സ്ട്രൈക്കറിനെ കൊണ്ടിരുന്നു. ഈവൻ ദോ മെൻഡിയും ഗാർഷ്യ അവർക്കുണ്ട്. അവർ വീണ്ടും ഒക്കെ ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം. അവർ അൽവാരോ കറേറാസ് ഫെർണാണ്ടസിനെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ട്രെൻഡ് കർവഹാൾ ഇഞ്ചുറി മാറി വരുവാണ്. നമുക്ക് കർവഹാളിനെ ലൂക്കാസ് വാസ്കസിനെ വെച്ച് തന്നെ തള്ളി അല്ല, അവരെ ട്രെൻഡ് അലക്സാണ്ടറിനെ വേൾഡ് ആർഗ്യുബിളി ദ ബെസ്റ്റ് റൈറ്റ് ബാക്കിൽ ഒരാളായി എത്തിച്ചു കൊടുക്കുകയാണ്. അവർ കൊണാട്ടയ്ക്ക് വേണ്ടി പുഷ് ചെയ്യുകയാണ്. നമുക്ക് റുഡിഗർ ഇല്ലേ,
നമുക്ക് റൗൾ സെൻസിയല്ലേ നമ്മൾ ഡീൻ ഹഡ്സനെ കൊണ്ടുപോകുന്നില്ലേ? ഞാൻ ഡീൻ ഹഡ്സന്റെ പേര് ഫസ്റ്റ് തന്നെ പറയാൻ മറന്നുപോയി. ഡീൻ ഹഡ്സൺ, വാട്ട് എ സൈനിങ്! ഡീൻ ഹഡ്സനെ നമ്മൾ കൊണ്ടുപോകുന്നില്ലേ? ഏട്ടർ മിലിട്ടാവോ ഇഞ്ചുറി മാറി വരുമല്ലേ? അവർ വെയിറ്റ് ചെയ്യുവാണോ? അല്ല, അവർ ഡീൻ ഹഡ്സനെ കൊണ്ടുവന്നു. അവർ കൊണാട്ടയ്ക്ക് വേണ്ടി പുഷ് ചെയ്യുന്നു. അവരവിടെ സ്ക്വാഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുവാണ്. മിഡ്ഫീൽഡിൽ അവർ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ നോക്കുവാണ്. സോ ആ ഒരു മൈൻഡ് നമുക്ക് ഫൈനാൻഷ്യലി അത് പോസിബിൾ അല്ല. പക്ഷേ അതാ പറയുക, നമ്മുടെ അക്കാഡമി പ്രോഡക്ട്സിനെ വിശ്വസിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ട്. അതാണ് മെയിൻ റീസൺ. ആൻഡ് അപ്പുറത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ചെയ്യുന്നതും റിയലി ഇംപ്രസീവ് ആണ്. സിമിയോണി എന്താണ് പ്ലാൻ ചെയ്തതെന്ന് അറിയത്തില്ല, അതേ ഉള്ളൊരു ഇഷ്യൂ. അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ അവർ കാർഡോസോനെ കൊണ്ടുവന്നു, അപ്ഗ്രേഡ് ഇൻ മിഡ്ഫീൽഡ്, എരിക്സ് ബെയിനെ കൊണ്ടുവന്നു, മാസീവ് അപ്ഗ്രേഡ്, തിയാഗോ അൽമാഡനെ കൊണ്ടുവന്നു, അനദർ യങ് പ്രൊഫൈൽ. സോ അവർ സ്ക്വാഡ് റീബിൽഡ് ചെയ്തുകൊണ്ടാണ്. റുഗേറി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവർ കിടിലൻ പ്രൊഫൈലാണ് റുഗേറിയെ കൊണ്ടുവന്നത്. അവർ 20 മില്യന്റെ ടോട്ടൽ പാക്കേജിനെങ്ങാണ്ടാണ് റുഗേറിയെ കൊണ്ടുവന്നത്, ആഡ് ഓൺസ് ഉൾപ്പെടെ. അതും അറ്റ്ലാന്റയുടെ സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് വിങ് ബാക്കിന്. ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ലാസ്റ്റ് സീസൺ സിറിയ 3rd ഫിനിഷ് ചെയ്ത അറ്റ്ലാന്റയുടെ സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് വിങ് ബാക്കിനാണ് അവർ 20 മില്യൺ കൊണ്ടുവന്നത്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഡീലുകളിൽ എൻ്റർ ആവുന്നില്ല? അടോണോ? സോ ഇവിടെയാണ് ഡെക്കോയുടെ ഇൻകോമ്പറ്റൻസി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എപ്പോഴും ബിഗ് ടാലൻസിനെ കൊണ്ടുവരുന്നതല്ല, എക്സൈറ്റിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ. റൂണി ബാർഗി ഒരു നല്ല സൈനിങ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലുക്സ് ലൈക്ക് എ ഗ്രേറ്റ് സൈനിങ്. പുള്ളിനെ 2 മില്യൺ കൊണ്ടുവന്ന് ഇറ്റ്സ് എ ഗ്രേറ്റ് സൈനിങ്. പക്ഷെ നമ്മൾ അതുപോലത്തെ കൊള്ളാവുന്ന മേ ബി 20 ഇപ്പൊ നമുക്ക് ഫണ്ട്സ് ഇല്ലെങ്കിൽ ഈ 60-70 പോകണമെന്നില്ല. 20-30 മില്യൺ മുടക്കിയാണേലും അറ്റ്ലീസ്റ്റ് ഈവൻ റാഫീന, യമാൽ, ലെവൻഡോസ്കി, ഫെറാൻ ടോറസ് ഇതായിരിക്കും നമ്മുടെ കോർ ഫ്രണ്ട്. അതോടൊപ്പം ഫെർമിൻ ലോപ്പസും ഡാനി ഓൾമോ ഉണ്ട്. കോർ അതാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ഓപ്ഷൻ ആയിട്ട് റൂണി ബാർഗിനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇതുമായിട്ടുണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചീപ്പറായിട്ടുള്ള ഒരു ഓപ്ഷൻ എങ്കിൽ ചീപ്പറായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഫെർമിൻ ലോപ്പസിനെയോ ഗ്യാവിനെയോ അല്ലെങ്കിൽ ജെറാഡ് മാർട്ടിനെയോ അല്ലെ ബാൾഡേനെയോ പിടിച്ച് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആക്കി കളിപ്പിക്കേണ്ട സിറ്റുവേഷൻ വരരുത് റാഫീനയ്ക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ. സോ അവിടെ മാത്രം നമ്മൾ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക. മേ ബി നമ്മുടെ വിങ് ബാക്ക് സിറ്റുവേഷൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. ആൻഡ് ജോൺ ഗാർഷ്യനെ കൊണ്ടുവന്നത് ഇസ് എ ഗ്രേറ്റ് സൈനിങ്. അറ്റാനദർ ഗ്രേറ്റ് സൈനിങ്. നമുക്ക് വേണ്ട ഒരു സൈനിങ് ആയിരുന്നു ജോൺ ഗാർഷ്യ വന്നിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് ക്രിസ്ത്യൻസൺ സെയിൽ നടക്കുവാണെങ്കിൽ ഇപ്പം പേരറി കെവിൻ ലോമാനാക്കോ ആയിട്ടാണെന്നുള്ള ലിങ്ക്സ് ഉള്ളത്. സോ കെവിൻ ലോമാനാക്കോ വരാതിരിക്കാം. ബട്ട് ക്രിസ്ത്യൻസൺ തരുന്ന ആ ഒരു കവർ എന്തായാലും കെവിൻ ലോമാനാക്കോ വന്ന് ഫസ്റ്റ് സീസൺ തരാൻ പോകുന്നില്ല. സോ മേ ബി പ്രീ സീസണിൽ എങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക. ക്രിസ്ത്യൻസൺ സ്റ്റേ ഓർ ലീവ്. അഥവാ നമ്മൾ ക്രിസ്ത്യൻസൺ ലീവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ വി ഹാവ് ടു മേക്ക് ഷുവർ വരുന്ന റീപ്ലേസ്മെന്റ് ഫസ്റ്റ് ടീമിൽ വന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു സെന്റർ ബാക്ക് ആയിരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഡോൺ സെൽ ക്രിസ്ത്യൻസൺ. അത്രേ എനിക്ക് പറയുന്നുള്ളൂ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. ഏത് ടീമാണ് ഇപ്പം പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഏത് ടീമിനാണ് നെക്സ്റ്റ് സീസൺ ചാൻസ് ഉള്ളത്. കാരണം ലാസ്റ്റ് സീസൺ ബാർസലോണ ലലീഗ അടിച്ചെങ്കിലും ദർ വെയർ മോമെന്റ്സ്. റയലിന്റെ ബെസ്റ്റ് സീസൺ അല്ലായിരുന്നെങ്കിലും റയൽ കപ്പടിക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു. ലാസ്റ്റ് മന്തിലാണ് നമ്മൾ മെയിലാണ് നമ്മളും ഓക്കെ ആക്കിയത്, അതായത് സർട്ടിഫൈ ആക്കിയത് നമ്മൾ ചാമ്പ്യന്മാരാകും എന്നുള്ളത്. സോ ബാർസലോണയ്ക്ക് ലാസ്റ്റ് സീസൺ അടിപൊളി സീസൺ ആയിരുന്നു എന്ന് പറഞ്ഞാലും ദർ വാസ് എ ഡിപ്പ് ഇൻ ഫോം നമ്മൾ കണ്ടതാണ്. പിന്നെ റയലും അത്ലറ്റിക്കോയും ഡിപ്പായപ്പോഴാണ് നമ്മൾ പിന്നെ കയറിയത്. സോ ഇവർ രണ്ടുപേരും സ്ക്വാഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ കയ്യിൽ നിന്ന് നെക്സ്റ്റ് സീസൺ ലാസ്റ്റ് സീസൺ കിട്ടിയ പോലെ ഇപ്പം നമ്മൾ ഒരു 7-8 പോയിന്റ് പുറകെ പോയതിനു ശേഷം അവർക്ക് ആ ഒരു ഡിപ്പ് ഇൻ ഫോം വരുമോ, അവരുടെ സ്ക്വാഡിൽ ഇഞ്ചറീസ് വന്നാൽ അവർക്ക് ഹിറ്റ് ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർ സ്ക്വാഡ് ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ക്വാഡ് ഡെപ്തിന്റെ കാര്യം ക്വസ്റ്റ്യനബിൾ ആണ്. അതേസമയത്ത് റയൽ മാഡ്രിഡിന് അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ഉണ്ട്. എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ ഫ്രണ്ട് 2 ആയിട്ട് റെഗുലർലി കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വിൽ ബിഗർ ടീംസ് എക്സ്പ്ലോയിറ്റ് ദം എന്നുള്ള കാര്യം റയൽ ആൻസർ ചെയ്യേണ്ട കാര്യമാണ്. സോ ബാർസയുടെ ബിഗസ്റ്റ് ഇഷ്യൂ അവർക്ക് സ്ക്വാഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ റയലിന്റെ ബിഗസ്റ്റ് ഇഷ്യൂ സ്ക്വാഡ് ഇമ്പ്രൂവ്മെന്റ് അല്ല, എംബാപ്പെ വിനി അപ്പ് ഫ്രണ്ട് വെച്ച് പോകാൻ പറ്റുമോ, ഗൂളറിനെ ടോണി ക്രൂസിനെ പോലെ ആ ഒരു ഗെയിം കൺട്രോൾ മിഡ്ഫീൽഡറായിട്ട് കാണാൻ പറ്റും. ഇതാണ് റയലിന് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ക്യാൻ ദേ ബി കൺസിസ്റ്റന്റ് എന്നുള്ളതാണ്. അത്ലറ്റിക്കോയ്ക്ക് സ്ക്വാഡുണ്ട്. ആർഗ്യുബിലി റയലും ബാർസയെക്കാളും സ്ക്വാഡ് ഡെപ്തും ഉണ്ട്. ഇവൻ ഈക്വലി ഗുഡ് സ്ക്വാഡും ഉണ്ട്. അവർ കോച്ച് മോശമല്ല. ഡിയോഗോ സിമിയോണി ബാർസ ഇപ്പം ഫ്ലിക്കിനേക്കാളും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചാമ്പ്യനോൺസിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മേ ബി നമ്മളിപ്പം ഹിസ്റ്റോറിക്കലി എടുത്ത് നോക്കാനാണെങ്കിൽ ഇവരെക്കാളും മുകളിൽ നിൽക്കുന്ന കോച്ച്. ആർഗ്യുബിലി വൺ ഓഫ് ദ ടോപ്പ് 10 കോച്ചസുമാണ് വേൾഡ് ഫുട്ബോളിൽ തന്നെ. എവർ സീനി വേണേൽ തെളിയിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം വേൾഡ് ഫുട്ബോളിലുള്ള തന്നെ. പക്ഷെ ആ ടീമിന് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റുമോ? സിമിയോണിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ടീമിനെ റൺ എടുത്താൻ പറ്റുമോ? പുള്ളിയുടെ ചില സമയത്ത് എക്സ്പീരിയൻസ് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. സോ പുള്ളിക്ക് അത് പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ക്വസ്റ്റ്യൻ. അവരുടെ സ്ക്വാഡോ മറ്റോ ഒന്നുമല്ല, അവർക്ക് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി അത്ലറ്റിക്കോയ്ക്ക് പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. സോ എന്താണ് നിങ്ങൾക്ക് ഈ 3 ടീംസിനോട് ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും